മറ്റു വാർത്തകളിലേക്കാണ്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയ്ക്ക് ക്രൂരമർദ്ദനം. സീനിയർ അഭിഭാഷകൻ കൈകൊണ്ട് തുടർച്ചയായി മുഖത്തടിച്ചു എന്നാണ് പരാതി. അഭിഭാഷകനായ പാറശാല സ്വദേശി ശ്യാമിലിക്കാണ് മർദ്ദനമേറ്റത്. സംഭവശേഷം സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസ് ഒളിവിൽ പോയി. വഞ്ചിയൂർ പോലീസും വനിതാ കമ്മീഷനും കേസെടുത്തു. ഉച്ചയ്ക്ക് 12:30 ജൂനിയർ അഭിഭാഷക ഷാമിലിക്ക് മർദ്ദനമേറ്റത്. തിരുവനന്തപുരം വഞ്ചിയൂർ മഹാറാണി ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ഓഫീസിൽ ഷാമിലിയെ സീനിയർ ക്രിമിനൽ അഭിഭാഷകനായ ബെയിലിൻ ദാസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. മർദ്ദനത്തിൽ അഭിഭാഷകയുടെ മുഖത്തിന് ഗുരുതരമായി പരിക്കേറ്റു. സാർ എന്തെങ്കിലും പെട്ടെന്ന് തീരുമാനിക്കും, അതിലെന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗം പറയാൻ നിൽക്കുമ്പോൾ ഇറങ്ങിപ്പോകും. പോകണ്ടെന്ന് പറയുമ്പോൾ ആ ദേഷ്യത്ത് അടിക്കും. സംഭവത്തിന് പിന്നാലെ ബാർ അസോസിയേഷനിൽ നിന്ന് അഭിഭാഷകനെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്തു. മുൻപ് പെൺകുട്ടിക്ക് മർദ്ദനമേറ്റ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ബാർ അസോസിയേഷൻ പ്രതികരിച്ചു. ബെയിലിൻ ദാസിന് എതിരായ പോലീസ് നടപടിക്ക് ബാർ അസോസിയേഷൻ തടസ്സം നിന്നുവെന്ന ആരോപണം തെറ്റെന്നും വ്യക്തമാക്കി. ബാർ അസോസിയേഷനിലെ വനിതാ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ ബാർ അസോസിയേഷന്റെ അടിയന്തര യോഗം ചേർന്ന് അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബാർ അസോസിയേഷൻ എന്ന നിലയിൽ ആവശ്യമായ അന്വേഷണം നടത്തും. ഇതിൽ ഇരയായിട്ടുള്ള വനിതാ ജൂനിയർ അഭിഭാഷകയോടൊപ്പമാണ് തിരുവനന്തപുരത്തെ മുഴുവൻ അഭിഭാഷകരും എന്നുള്ള വിവരം അറിയിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റ അഭിഭാഷക തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. പരിക്ക് ഗുരുതരമായതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. വീട്ടിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞുള്ളതിനാൽ മെഡിക്കൽ കോളേജിൽ പോകുന്നത് നാളെയാകുമെന്ന് യുവതി പറഞ്ഞു. ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ഷാമിലി പ്രതികരിക്കുകയായിരുന്നു. നീ ഇതാരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാ സാർ എന്നെ തല്ലിയത്. അസോസിയേഷൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തു, സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ബാർ കൗൺസിലിൽ എനിക്ക് കംപ്ലൈന്റ് ചെയ്യണം. വനിതാ കമ്മീഷന് ഈ ആക്രമണം കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമെന്ന് വനിതാ കമ്മീഷൻ പ്രതികരിച്ചു. കേസെടുത്ത് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് വനിതാ കമ്മീഷണർ അറിയിച്ചു. വളരെ മാരകമായിട്ട് ഒരു ജൂനിയർ അഡ്വക്കേറ്റിനെ സീനിയർ അഡ്വക്കേറ്റ് ഉപദ്രവിച്ചൊരു വിഷയം അറിഞ്ഞ ഉടൻ തന്നെ വനിതാ കമ്മീഷൻ രേഖകൾ വരുത്തി പരിശോധിച്ചിട്ട് കേസ് ഇപ്പോൾ സോമോട്ടോ കേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണിത്. ഇത് സാധാരണയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. സംഭവത്തിൽ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെതിരെ പോലീസ് കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിക്കൽ, മർദ്ദനം തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസ്. മർദ്ദനശേഷം ഒളിവിൽ പോയ അഭിഭാഷകനെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.